സത്യം അറിയില്ല. ജനാർദ്ദനൻ അദ്ദേഹത്തിന്റെ പഴയ ശബ്ദം വേണോ പുതിയ ശബ്ദം വേണോ? രണ്ടും വേണം. ഓക്കെ. അപ്പൊ ജനാർദ്ദനൻ മലയാള സിനിമയിൽ വില്ലനായി മല്ലനായി മാറിയ ശ്രീ ജനാർദ്ദനൻ CBI ഡയറക്കുറിപ്പ് എന്ന ചിത്രം വരെയുള്ള ജനാർദ്ദനൻ. ആദ്യം കേൾക്കാം. CBI ഡയറക്കുറിപ്പ് വരെയുള്ള ജനാർദ്ദനൻ. എന്റെ പൊന്നു തോമാച്ച, ഈ CBIക്കാരെ കൊണ്ട് വല്ലാത്ത ശല്യത. അവന്മാരെന്റെ തോട്ടത്തിലും എസ്റ്റേറ്റിലും ബംഗ്ലാവിലും വന്ന് എന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. അതിനുശേഷം അദ്ദേഹം കോമഡി വേഷങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കാബൂളി വാല എന്ന ചിത്രം മുതൽ അദ്ദേഹത്തിന്റെ ശബ്ദം ശൈലി മാറ്റി കോമഡിയിലേക്ക് തിരിഞ്ഞു. കാബൂളി വാലയിലെ അദ്ദേഹത്തിന്റെ ശബ്ദം. കുളം കൊണ്ട് നല്ലത് രണ്ട് തൊണ്ടുകളെ എനിക്കറിയാം. ഒന്ന് തങ്കപ്പനും മറ്റത് പൊന്നപ്പനും. ഇവകൾ പോയി ആ തന്മാടുകളെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വേണം. കോയമ്പത്തൂർ ഗോൾഡ് വർക്കേഴ്സിന് വേണ്ടി വടിവേലുവിന്റെ ഒരു സംഭവം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അവരാണ് താങ്ക് യു. അപ്പൊ അടുത്ത് നിങ്ങൾ കൊണ്ട് ഒരു കോമഡി നടന്നു കൂടി ചെയ്തുതരാം തമിഴ് സിനിമയിൽ. അത് ചെയ്തു തരും. ഞാൻ പറഞ്ഞു അവസാനം അതാണ് പറഞ്ഞു. തമിഴ് സിനിമാ ലോകത്തിന്റെ കറുത്ത മുത്തായ ശ്രീ കൗണ്ടർ മണി ഈ വേദിയിലെത്തിയാണ്. ശ്രീ കൗണ്ടർ മണി. என்ன பேரு கணேசா? தலையில துண்டு கட்டு உட்கார்ந்துருக்க நாட்டாம நினைப்பா. வருஷமா ஆடங்கப்பா. സത്യമായിട്ട് അറിയില്ല. സത്യരാജ് ചെയ്തു തരും. ശ്രമിച്ചു നോക്കാം. സത്യരാജ് അല്ലേ? உலகம் சார் என்னடா அடி ஊது பார்த்தா எனக்கு பார்த்தா தெரியாதா? ஆனா நான் உடம்பு சொல்றேன். அது ஹாப்பி பார்த்தீங்களா? ഇത്രയേ അറിയുള്ളൂ. പോരെ കഴിച്ചുള്ളൂ. വേണം പാട്ട് പാടാൻ ആൾക്കാരുണ്ടല്ലോ. നമ്മളെ പോലെ അവരെ മുട്ടിക്കുന്നില്ല. ഓക്കെ. അപ്പൊ അതിനു മുൻപ് ഒരു സാധനം പറഞ്ഞുതരാം. വിജയകാന്ത് ചെയ്തുതരാം. ഈ മലയാള സിനിമാ താരങ്ങളെ തമിഴ് സിനിമാ താരങ്ങളുടെ ശബ്ദം മനസ്സിലിരിക്കുന്നു. അതേപോലെ തന്നെ TV അവതാരകന്മാരുടെ ശബ്ദവും മനസ്സിലുണ്ടാവും. എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ശബ്ദമാണ് ഏഷ്യാനെറ്റിലെ കണ്ണാടി എന്ന പരിപാടിയുടെ അവതാരകൻ TN ഗോപകുമാർ. അദ്ദേഹത്തിന്റെ ശബ്ദം നിങ്ങൾക്കായി. ഏഷ്യാനെറ്റിലെ കണ്ണാടി എന്ന പരിപാടിയുടെ അവതാരകൻ TN ഗോപകുമാർ. മാന്യ പ്രേക്ഷകർക്ക് കണ്ണുകളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച എന്റെ കണ്ണാടി സാമൂഹിക വിരുദ്ധത തല്ലിപ്പൊട്ടിച്ചു. 10 രൂപ കൊടുത്ത് പുതിയൊരു കണ്ണാടി ഞാൻ വാങ്ങിച്ചു. എന്നാൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. പെണ്ണുങ്ങളുടെ ശബ്ദം ആരെ വേണം? ഫിലോമിന. തുക്കടി പോലീസ അവന്റെ നോട്ടം കൊണ്ട് വേണ്ട അച്ഛാമ്മന്റെ അടുത്ത് കളി വേണ്ട കേട്ടാ പോട്ട പോലെ. അപ്പോ ഗാനമേള തുടങ്ങാം. അതിനു മുമ്പായി ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാശ് രാജ് ചെയ്തു തരാം. അത് ഞാൻ മറക്കുന്നില്ല. മാളാരവിന്ദൻ. ഓക്കെ, ഒരു മാളാരവിന്ദൻ ചെയ്തു കൊടുത്തോ. നേരത്തെ പറഞ്ഞു. അതിന് പകരം വേറെ സാധനം ചോദിക്കരുത്. ശരി, എന്തായാലും മാളാരവിന്ദൻ വേഗം ഗാനമേള തുടങ്ങാനുള്ള സമയം. മാളാരവിന്ദൻ. പോകണ്ട കപീഷെന്ന് തോന്നുന്നു. കരിക്കുന്നുണ്ടോ? ശരിക്കണ്ട പല്ല് ഞാൻ ക്ലിപ്പെടും. വേദിയിൽ അടുത്തതായി എത്തുന്നു ശ്രീ പ്രകാശ് രാജ്. ഏതായാലും പ്രകാശ് രാജിനോടൊപ്പം ഈ ന്യൂ ഇയറിന് ഞങ്ങളുടെ വക ഒരു ബോണസായി കിട്ടുന്നു. അന്യൻ എന്ന ചിത്രത്തിലെ ഒരു രംഗവുമായി വേദിയിലെത്തിയാണ്. വേദിയിൽ പ്രകാശ് രാജ്, അന്യനിലെ അമ്പി, അങ്ങനെയുള്ള സംഭവത്തിന്റെ ഒരു ആസ്പദമായിട്ടുള്ള സംഭവം നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കാൻ വേദിയിലെത്തുന്നു അന്യ. ஆட்டோ மேல சத்தியமா எனக்கு ஒண்ணுமே தெரியாது சார். என்ன பேசுற நீ? சார் எனக்கு ஒண்ணுமே தெரியாது சார். அந்த சிக்கலை என்ன வெளியே பிடிக்க சார். நானே நடிக்க எங்கிட்ட நடிச்சு கட்டுறேன் மகன. நீ ஒன்னும் வெட்ட மாட்டேன். ஏன்டா நடிச்ச
ದೇಶಾಡಿಕೆ ಮಗನ ಸಂಚಾರ ಪತ್ರಿಕೆ ಸುಭಾಷ ಪತ್ರಿಕೆ ರಜನೀಯ ಪತ್ರಿಕೆ ಕಮಲ பின்றியலானே அங்க வர மாட்டாண்டி வருட புராணத்துல உங்களுக்கு ஒரு தண்டனை காத்துட்டு இருக்கு. தப்பு பண்ணாதீங்க, தப்பு பண்ணா அங்க உதறிப்போம் இந்த அந்நியன். പ്രിയമുള്ള കലാസ്നേഹികളെ ഇത്രയും നേരേക്ക് നമ്മുടെ കലാവിരുദ്ധ കണ്ട് കേട്ടാസ്വദിച്ചു പ്രോത്സാഹിപ്പിക്കുന്നതിലെ മുഴുവൻ കലാസ്നേഹികൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരായിരം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കലാപരിനാളിന്റെ കലാകാരന്മാരെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. പാലക്കാട് ഏഷ്യാനെറ്റ് കേബിൾ ചാനലിലെ ബിഗ് സർ സൺടൈം എന്ന പരിപാടിയുടെ അവതാരകനും UTVയിലെ യുവർ നമ്പർ 1 ചോയ്സ് എന്ന പരിപാടിയുടെ അവതാരകനും നല്ലൊരു ഡബിംഗ് ആർട്ടിസ്റ്റും കൂടി അനൂപ് പാലക്കാട് എന്നെ പരിചയപ്പെടുത്തി എന്റെ സുഹൃത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഒറ്റപ്പാലം പട്ടാമ്പി മണ്ണാർക്കാട് ACBയിലെ ഗുൽമാൽ എന്ന പ്രോഗ്രാമിന്റെ അവതാരകനും അതുപോലെ തന്നെ നല്ലൊരു ഡബിംഗ് ആർട്ടിസ്റ്റ്, അതുപോലെ തന്നെ പാലക്കാട് ACBയിലെ MK6 ടൈം പാസിന്റെ അവതാരകൻ കൂടിയായ ഞങ്ങളുടെ എല്ലാമായ മിസ്റ്റർ ഷാജി പാലക്കാട്. നിങ്ങളിൽ നിന്ന് വിടവാങ്ങുന്നു ഷാനോ ബ്രദേഴ്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുതുവത്സര ആശംസകളേക്കൊണ്ട് നല്ല ഒരു വർഷമായിരിക്കും. നിങ്ങളുടെ കൈയിടിയും പ്രോത്സാഹനവും അനുഗ്രഹവും ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞങ്ങൾ പിടിച്ചോദിക്കുന്നു. ഈ വേദിയിൽ അടിപൊളി ഗാനമായി വേദിയിലെത്തിയാണ് മിസ്റ്റർ ഹാരിസ് ഗോപി. കാതലിൽ വിഴുന്തേൻ എന്ന ചിത്രത്തിലെ നാക്കുമുഖൻ